ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വളരെ സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരും, അതായത് നാടും നാട്ടുകാരും നാട്ടിലെ കൂട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുകയാണ്. ബിരിയാണി ചലഞ്ച് എല്ലാ നാട്ടിലും നടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾക്കൊപ്പം കളിച്ചും പഠിച്ചും കൂടെ ഉണ്ടായിരുന്ന അമീർ അലി എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തിൻ്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള LP സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അമീറിന് വേണ്ടി ഏകദേശം 2500-ൽ പരം ബിരിയാണി പൊതികൾ തയ്യാറാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു മനസ്സോടെ ഏവരും കൈകോർത്ത് നിന്നപ്പോൾ മണലി OYC ക്ലബ് സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് നല്ല രീതിയിൽ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. ആദ്യമായാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങുന്നത്. അതിനാൽ തന്നെ ചെറിയ ചെറിയ കുറവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏവരും ക്ഷമിക്കണമെന്ന് കൂടി ഈ ഒരു വേളയിൽ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിന്, അതായത് അമീർ അലിക്ക് വേണ്ടി ഭക്ഷണം ഞങ്ങളിൽ നിന്നും വാങ്ങിയതിന് ഈ ഒരു വേളയിൽ നന്ദി കൂടി പറഞ്ഞുകൊള്ളുകയാണ്. എനിവേ, എത്രയും പെട്ടെന്ന് ഞങ്ങൾ കളക്ട് ചെയ്ത ഈ ഒരു പൈസ അമീർ അലിക്ക് കൈമാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേവലം സബ്സ്ക്രൈബിനോ ലൈക്കിനോ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. മറിച്ച് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങളായി കണ്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താനായി പുറപ്പെടുന്ന മനുഷ്യത്വം മരവിക്കാത്ത പുതുതലമുറ ഇന്നും ഈ 2K കിഡ്സിനിടയിലുണ്ടെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാനായിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റു പുതുപുത്തൻ നല്ല കണ്ടൻറ്റുകളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ഷബിർനാഥ് മൺലി സൈനിങ് ഔട്ട്. ഒരു കാര്യം പറയാൻ മറന്നു. അതെ, ഈ ഒരു പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും എൻ്റെ വക താങ്ക്സ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, നമ്മുടെ പണ്ടാരി ഷാഹിർക്ക. കാരണം മൂപ്പര് കാരനാണ് ഇന്നത്തെ ഒരു ബിരിയാണി ഇത്രയും അടിപൊളിയായത്. കാരണം ഉറക്കല്ലാണ്ടും കഷ്ടപ്പെട്ടിട്ടാണ് മൂപ്പര് ഇത് ഉണ്ടാക്കിയെന്ന്. അപ്പോൾ മൂപ്പരെ മെൻഷൻ ചെയ്യാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.